ഇന്ത്യൻ പ്രതിരോധ ലോകത്തു നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കേട്ടാൽ അയൽരാജ്യമായ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഉറക്കം കെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആകാശപ്പോരിലെ അടുത്ത ബാഹുബലി ആരാകാൻ പോകുന്നു എന്ന കാര്യത്തിൽ ലോകശക്തികൾക്കിടയിൽ വലിയൊരു മത്സരം തന്നെ ഇന്ത്യയിൽ നടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയെ പ്രതിരോധ രംഗത്ത് ഒരു ആഗോള മഹാശക്തിയാക്കി മാറ്റാനുള്ള അതിവേഗ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ത്യയുടെ ആകാശ സീമകളെ തൊടാൻ പോലും ശത്രുക്കൾ ഭയക്കുന്ന തരത്തിലുള്ള ഒരു വമ്പൻ യുദ്ധവിമാന കരാറിലേക്കാണ് ഇന്ത്യ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ പാകിസ്ഥാനിലെ മാധ്യമങ്ങളും അവിടുത്തെ പ്രതിരോധ വിദഗ്ധരും ഇന്ത്യയുടെ വരാനിരിക്കുന്ന യുദ്ധവിമാന ശക്തിയെക്കുറിച്ച് വലിയ ആശങ്കയോടെയാണ് ചർച്ച ചെയ്തത്. അവർ ഭയക്കുന്നത് പോലെ തന്നെ ആകാശത്ത് ഇന്ത്യയുടെ അടുത്ത സിംഹഗർജനം ഏത് വിമാനത്തിൻ്റെതായിരിക്കും? ആരൊക്കെയാണ് ഇന്ത്യക്ക് ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ കൈമാറാൻ ക്യൂ നിൽക്കുന്നത്? എപ്പോഴാണ് ഈ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുക? പാകിസ്ഥാനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്ന ഇന്ത്യയുടെ ഈ മാസ് പ്ലാനിനെ കുറിച്ച് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്ത്യ ഇന്ന് നിൽക്കുന്നത് പണ്ടത്തെ പോലെയുള്ള ഒരു അവസ്ഥയിലല്ല. ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ചെറിയൊരു നീക്കമുണ്ടായാൽ പോലും അതിർത്തി കടന്നു ചെന്ന് തിരിച്ചടിക്കാൻ കെൽപ്പുള്ള ഒരു വ്യോമസേനയാണ് ഇന്ന് നമുക്കുള്ളത്. മുൻപ് നടന്ന ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഇന്ത്യ തങ്ങളുടെ ആകാശക്കരുത്ത് എത്രത്തോളം വർദ്ധിപ്പിക്കണം എന്നതിനെ കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങിയത്. നിലവിൽ പാകിസ്ഥാന്റെ പക്കൽ അമേരിക്കൻ നിർമ്മിത F-60 വിമാനങ്ങളും ചൈനയുടെ സഹായത്തോടെ ഉണ്ടാക്കിയ JF-50 വിമാനങ്ങളും ഒക്കെയുണ്ടെങ്കിലും ഇന്ത്യയുടെ പുതിയ നീക്കങ്ങൾക്ക് മുന്നിൽ അവയെല്ലാം വെറും കളിപ്പാട്ടങ്ങളായി മാറുമെന്നാണ് പാകിസ്ഥാൻ തന്നെ വിലയിരുത്തുന്നത്. നരേന്ദ്രമോദി സർക്കാർ പ്രതിരോധ മേഖലയിൽ കൊണ്ടുവന്ന മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ കേവലം വിമാനങ്ങൾ വാങ്ങുക മാത്രമല്ല, അവയുടെ സാങ്കേതിക വിദ്യ പൂർണ്ണമായും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. സ്വന്തമായി 5ാം തലമുറ യുദ്ധവിമാനമായ AMCA വികസിപ്പിക്കുന്നതുവരെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ക്വാഡ്രൺ കുറവ് പരിഹരിക്കാൻ 114 അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ വിദേശത്തു നിന്നും വാങ്ങാൻ ഒരുങ്ങുന്നത്. ഈ വലിയ വിപണി ലക്ഷ്യമിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ 3 പ്രതിരോധ നിർമ്മാതാക്കൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വണ്ടി കയറിയിരിക്കുന്നത്. ഈ മഹാമത്സരത്തിൽ ആദ്യത്തെയാൾ ഫ്രാൻസിന്റെ റഫേൽ തന്നെയാണ്. ഇതിനോടകം തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ നെടുന്തൂണായി മാറിയ റഫേലിന്റെ കരുത്ത് പാകിസ്ഥാൻ നന്നായി അറിഞ്ഞതാണ്. ഇതിലെ മെറ്റിയോർ മിസൈലുകളുടെ പരിധിയിൽ വരാൻ പോലും ശത്രു വിമാനങ്ങൾ ഭയക്കുന്നു. എന്നാൽ ഇന്ത്യ കൂടുതൽ റഫേൽ വിമാനങ്ങൾ വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിലും ഫ്രാൻസ് ഈ വിമാനത്തിന്റെ സോഴ്സ് കോഡ് അഥവാ ഇതിന്റെ ഡിജിറ്റൽ മസ്തിഷ്കം ഇന്ത്യയുമായി പങ്കിടാൻ ചെറിയ മടി കാണിക്കുന്നുണ്ട്. ഭാവിയിൽ ഇന്ത്യക്ക് സ്വന്തം മിസൈലുകൾ ഇതിൽ ഘടിപ്പിക്കണമെങ്കിൽ ഈ സോഴ്സ് കോഡ് അത്യാവശ്യമാണ്. ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ ഇക്കാലത്തെയും വിശ്വസ്ത സുഹൃത്തായ റഷ്യ തങ്ങളുടെ ഏറ്റവും പുതിയ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ സുഖോയ് 57മായി രംഗത്തെത്തുന്നത്. റഷ്യ വെറുമൊരു വിൽപ്പനക്കാരനായല്ല വരുന്നത്, പകരം ഈ വിമാനത്തിന്റെ സോഴ്സ് കോഡ് തരാമെന്നും സാങ്കേതിക വിദ്യ കൈമാറാമെന്നും മോദി സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഇന്ത്യയിൽ തന്നെ ഇത് നിർമ്മിക്കാമെന്നതുമാണ് റഷ്യയുടെ വാഗ്ദാനം. റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത ഈ സ്റ്റെൽത്ത് വിമാനം ഇന്ത്യക്ക് ലഭിച്ചാൽ ചൈനയുടെ ആകാശ മേധാവിത്വത്തിന് പോലും അതൊരു വലിയ തിരിച്ചടിയാകും. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധവും അന്താരാഷ്ട്ര ഉപരോധങ്ങളും ഈ കരാറിന് ചെറിയൊരു വെല്ലുവിളിയായിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ കടുത്ത മത്സരം നടക്കുമ്പോഴാണ് ആരെയും ഞെട്ടിച്ചുകൊണ്ട് സ്വീഡന്റെ സാബ് കമ്പനി തങ്ങളുടെ ഗ്രീപ്പൻ ഈ യുദ്ധവിമാനവുമായി വരുന്നത്. വളരെ കുറഞ്ഞ ചിലവിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ വിമാനം ഏത് തകർന്ന റോഡിൽ നിന്ന് പോലും പറന്നുയരാൻ കെൽപ്പുള്ളതാണ്. സ്വീഡൻ മുന്നോട്ട് വയ്ക്കുന്ന ഓഫർ വളരെ ആകർഷണമാണ്. അവർ 100% സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് നൽകാൻ തയ്യാറാണ്. അതായത് ഈ കരാർ ഒപ്പിട്ടാൽ ഇന്ത്യ ഗ്രീപ്പൻ വിമാനങ്ങളുടെ വെറും ഒരു ഉപയോക്താവ് മാത്രമാവില്ല, മറിച്ച് ഇതിന്റെ ആഗോള നിർമ്മാണ ഹബ്ബായി ഇന്ത്യ മാറും. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ മേഖലയ്ക്ക് വലിയൊരു കുതിച്ചുചാട്ടമായിരിക്കും സമ്മാനിക്കുക. ഇനി എല്ലാവരുടെയും മനസ്സിലുള്ള പ്രധാന ചോദ്യം ഇതാണ്: ഈ വിമാനങ്ങൾ എപ്പോഴാണ് ഇന്ത്യയിലേക്ക് വരിക? ഭാരത സർക്കാർ ഇതിനായുള്ള MRFA റെൻഡർ നടപടികളുമായി വളരെ വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ അന്തിമ കരാർ ഒപ്പിടുമെന്നാണ് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആദ്യഘട്ട വിമാനങ്ങൾ വിദേശത്ത് നിന്നും നേരിട്ടെത്തുകയും ബാക്കിയുള്ളവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയും ചെയ്യും. ഈ ഒരു ഇടവേളയിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് മാർക്ക് 1A, തേജസ് മാർക്ക് 2 വിമാനങ്ങളും വ്യോമസേനയുടെ ഭാഗമാകും. ഇന്ത്യയുടെ ഈ അതിവേഗ നവീകരണം കാണുമ്പോൾ പാകിസ്ഥാൻ
ഭയക്കുന്നതിൽ ഒട്ടും തെറ്റില്ല. കാരണം സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങി നിൽക്കുന്ന പാകിസ്ഥാന് പുതിയ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പോയിട്ട് ഉള്ളവ കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താൻ പോലും പണമില്ലാത്ത അവസ്ഥയാണ്. ഇന്ത്യ ഫ്രാൻസിൽ നിന്നോ റഷ്യയിൽ നിന്നോ സ്വീഡനിൽ നിന്നോ ഏത് വിമാനം തിരഞ്ഞെടുത്താലും അത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ നിരയെ പൂർണ്ണമായും തകർക്കാൻ പോകുന്നതായിരിക്കുമെന്ന് ഉറപ്പാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ നയതന്ത്ര നീക്കങ്ങൾ പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുക മാത്രമല്ല, സൈനികപരമായി അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ഉയരത്തിലേക്ക് ഭാരതത്തെ എത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെയൊക്കെ ഫലം എപ്പോഴാണ് നമ്മൾ കാണുക എന്ന് ചോദിച്ചാൽ, അടുത്ത 2-3 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യൻ വ്യോമസേന പൂർണ്ണമായും ഒരു പുതിയ രൂപത്തിലേക്ക് മാറും. റഫേൽ വിമാനങ്ങളുടെ അടുത്ത ബാച്ചും തേജസ് മാർക്ക് 1A വിമാനങ്ങളുടെ വലിയൊരു നിരയും അതിർത്തികളിൽ വിന്യസിക്കപ്പെടും. മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഈ പ്രതിരോധ നയം കാരണം പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള തീവ്രവാദ നീക്കങ്ങൾ പോലും ഇപ്പോൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ റഡാറുകൾ അതിർത്തിക്കപ്പുറത്ത് നൂറുകണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ചലനങ്ങൾ പോലും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. ഒരു ചെറിയ അബദ്ധം കാണിച്ചാൽ പോലും ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ ആകാശത്തെത്തി ബോംബിടുമെന്ന ഭയം ഇന്ന് പാകിസ്ഥാൻ ഭരണകൂടത്തിനുണ്ട്. ഈ ഭയം തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം. മുൻകാലങ്ങളിൽ പ്രതിരോധ കരാറുകളിൽ നടന്നിരുന്ന അഴിമതികളും കാലതാമസങ്ങളും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് സൈന്യത്തിന് എന്ത് വേണമോ അത് അടിയന്തരമായി എത്തിച്ചു നൽകുന്ന ഒരു ശക്തമായ നേതൃത്വമാണ് ഇന്ന് ഇന്ത്യയെ നയിക്കുന്നത്. സ്വീഡന്റെ ഓഫർ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയ ഊർജം നൽകുന്നതാണ്. ഈ കരാർ യാഥാർത്ഥ്യമായാൽ ഇന്ത്യ ഗ്രിപ്പൻ വിമാനങ്ങളുടെ ഒരു ഉപയോക്താവ് മാത്രമല്ല, മറിച്ച് അതിന്റെ ആഗോള ഉൽപാദന നവീകരണ കേന്ദ്രമായി മാറും. ഇന്ത്യയുടെ ഈ യുദ്ധവിമാന തിരഞ്ഞെടുപ്പ് കേവലം ഒരു സാങ്കേതിക ഇടപാടല്ല, മറിച്ച് തന്ത്രപരമായ ഒരു വലിയ ചുവടുവെപ്പാണ്. റഫേലിന്റെ പോരാട്ട വീര്യവും ഈ വിദേശ പങ്കാളിത്തത്തിലൂടെ സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്നതിനൊപ്പം സ്വന്തം AMCA തേജസ് MK1A പ്രോഗ്രാമുകളിലൂടെ ലോകത്തെ മുൻനിര പ്രതിരോധ ഉൽപാദക രാജ്യമായി ഇന്ത്യ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ റഫേലും സുഖോയ് 57ഉം ഗ്രിപ്പനും ഒക്കെ ഭാരതത്തിന്റെ ആകാശ സീമകളെ കൂടുതൽ ശക്തമാക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇതിന്റെ എല്ലാം യഥാർത്ഥ ലക്ഷ്യം വരും തലമുറകളിൽ ഇന്ത്യയെ മറ്റൊരു രാജ്യത്തെയും ആശ്രയിക്കാത്ത വണ്ണം മാറ്റിയെടുക്കുക എന്നത് മാത്രമാണ്. ആത്മനിർഭർ ഭാരത് എന്ന വാക്ക് വെറുമൊരു മുദ്രാവാക്യമല്ല, മറിച്ച് വരാനിരിക്കുന്ന ദശാബ്ദങ്ങളിൽ ഇന്ത്യൻ മണ്ണിൽ പിറവിയെടുക്കാൻ പോകുന്ന അത്യാധുനിക ആയുധങ്ങളുടെ അടിത്തറയാണെന്ന് മോദി സർക്കാർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ശത്രുരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളെയും പരോക്ഷമായ വെല്ലുവിളികളെയും കൃത്യമായി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ വളരെ വേഗത്തിൽ കൈക്കൊള്ളാൻ നമ്മുടെ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ട്. ഇത് അതിർത്തിയിലെ സൈനികർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ആകാശത്തിന്റെ കാവലാളായി വരാൻ പോകുന്നത് ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകളായിരിക്കും. അതോ റഫേലോ സുഖോയ് 57ഓ അതോ ഗ്രിപ്പനാണോ എന്ന് രാജ്യം ഉടൻ തന്നെ തീരുമാനിക്കും. എന്നാൽ ഏത് വന്നാലും ലക്ഷ്യം ഒന്ന് മാത്രമാണ്: ഭാരതത്തിന്റെ നേർക്ക് കണ്ണുയർത്തി നോക്കാൻ പോലും ഒരു ശത്രുവും ധൈര്യപ്പെടരുത്. സ്വന്തം കാലിൽ നിൽക്കുന്ന ആയുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കുന്ന ഒരു നവഭാരതത്തിന്റെ ഉദയത്തിനാണ് ഇനി നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഫ്രാൻസ്, റഷ്യ, സ്വീഡൻ, ഇതിൽ ഏത് രാജ്യത്തിന്റെ വിമാനമാണ് ഇന്ത്യക്ക് ഏറ്റവും അനുയോജ്യമെന്ന് നിങ്ങൾ കരുതുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.